ഹലോ. അങ്ങനെ ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യാണ്. ബംഗാളിലെ ആർമി ക്വാർട്ടേഴ്സിലെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഫോണിൽ സമയം കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു 5:30-5:45 മോർണിംഗ് നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നേരം വെളുക്കും. ഞാനെല്ലാം ഇപ്പോഴും നല്ല നേരത്തെ എഴുന്നേൽക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഞാൻ പതിവ് പോലെ വരുന്നത് നമ്മുടെ ബാൽക്കണിയിലേക്കാണ്. വേറെ ഒന്നിനുമല്ല, കുരങ്ങന്മാരും കാറ്റും ഒക്കെ തട്ടിയിട്ട നമ്മുടെ ചെടികളെ നിവർത്തി വയ്ക്കാൻ വേണ്ടിയാണ്. കുറേ പേര് എന്നോട് പറഞ്ഞു ഗ്രീൻ നെറ്റ് കെട്ടു, അല്ലെങ്കിൽ ചെടികൾ എന്തെങ്കിലും കമ്പിയോ കയറോ വെച്ച് നമ്മുടെ ആ ഒരു ഗ്രില്ലിൻ്റെ അവിടെ ചേർത്ത് കെട്ടി വെക്കൂ എന്നൊക്കെ കുറേ പേര് പറഞ്ഞായിരുന്നു. ഈ ചെടികളൊക്കെ ഗ്രില്ലിനോട് ഇങ്ങനെ ചേർത്ത് കെട്ടി വെക്കുവാണെങ്കിൽ കുരങ്ങന്മാർ വന്ന് അത് വലിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കംപ്ലീറ്റ് ശക്തി എടുത്ത് അതിനെ വലിച്ച് നാശമാക്കി ഇടും. അതേസമയം ഇങ്ങനെ വെക്കുവാണെങ്കിൽ ജസ്റ്റ് തട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നശിപ്പിച്ചിട്ടേ പോവുള്ളൂ. മറ്റൊരു രക്ഷയില്ലാണ്ട് കംപ്ലീറ്റ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ അഗ്രസീവ് ആവും. അപ്പോൾ കയറൊക്കെ കെട്ടി വെച്ച് ഞാൻ പരീക്ഷിച്ചതാണ്, പക്ഷേ നല്ലോണം ഫെയിലായിട്ടാണ് പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. പിന്നെ ഗ്രീൻ നെറ്റൊക്കെ കെട്ടാനായിട്ട് ഇവിടെ ആർമി ക്വാർട്ടേഴ്സ് ആണല്ലോ, നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എങ്കിലും വരും വഴിയെ റെഡി ആവുകയാണെങ്കിൽ എല്ലാം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ദാ എൻ്റെ നട്ട ചെടി വരെ കുരങ്ങന്മാർ പിഴുതെടുത്ത് താഴെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ സങ്കടമൊന്നുമില്ല. ആദ്യത്തെ 2 days ഞാൻ വിചാരിച്ചത് എന്തൊരു ശല്യമാണപ്പാന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെയാണ്, എല്ലാവരും ഇതിങ്ങനെ തന്നെയാണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാനും ആ രീതിയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഓർഡറാക്കി വെക്കും. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് ചിലപ്പോൾ കാര്യമായിട്ട് നശിപ്പിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ വലിയ കാര്യമായിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഓരോ മൂഡ് പോലെ ഇരിക്കും കുരങ്ങന്മാരുടെ. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ തന്നെ നമ്മുടെ ടു ഡു ലിസ്റ്റിൻ്റെ ബുക്കൊക്കെ എടുത്ത് നോക്കുകയാണ്. നോർമലി രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ പേര് ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് ചുമ്മാതെയാണ്, പക്ഷേ ഈ ഒരു നോട്ട്ബുക്ക് ഇതിനു വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ് കേട്ടോ. അതായത് ഞാൻ ഇതിനകത്ത് തുടക്കമാണ്. ഞാനൊരു കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. സോ അടുക്കളപ്പണികളൊക്കെ ഞാൻ നല്ലോണം എഴുതി വെച്ച് നോക്കി പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഇന്ന് എനിക്കും സച്ചുവിനും 2 പേർക്കും വർക്കില്ലാത്തൊരു ദിവസമാണ്. അതിനൊരു കാരണമുണ്ട്, 2 പേര് ലീവ് എടുത്തേക്കുവാണ് കേട്ടോ. നമ്മൾ ഇന്ന് ട്രിപ്പ് പോവാണ്. ആർമി ക്വാർട്ടേഴ്സിലെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടിയിട്ട് ട്രിപ്പ് പോവാണ് കേട്ടോ. ഡാർജിലിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ഇന്നലെ രാത്രി എന്നോട് സച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ടിഫിനൊക്കെ പാക്ക് ചെയ്ത് ഫുഡൊക്കെ എടുത്തുകൊണ്ടാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ മോർണിംഗ് ആയപ്പോൾ ഞാനിവിടെ നെയ്ബറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് പണികൾ കുറവായിരുന്നു. അപ്പോൾ പരിപ്പ് കറി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നലത്തെ പരിപ്പ് കറിയാണല്ലോ, അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇന്ന് എന്തെങ്കിലും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പനീർ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പനീറിനൊന്നും തീരെ ക്ഷാമില്ലാത്തൊരു നാടാണ്. കാര്യമായിട്ട് എല്ലാ കടകളിലും നല്ല ഫ്രഷ് പനീരൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനതെന്തായാലും കട്ട് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തൊരു 5 minutes മാറ്റി വയ്ക്കുന്നുണ്ട്. കുറേ പേര് കമൻസിൽ എന്നോട് ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് അടുക്കള മാത്രം കാണിക്കുന്നത്, എന്താണ് ഹോം ടൂർ ഒന്നും ചെയ്യാത്തതെന്ന്. ആക്ച്വലി ഈ അടുക്കള ഞാനൊന്ന് കാര്യമായിട്ട് വൃത്തിയാക്കി എടുത്തതാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ആർമിയിൽ നിന്ന് തന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു തരും. അതിനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട് കാണിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭംഗിയിലൊക്കെ കാണിക്കണമെന്നുണ്ട്. സോ കുറച്ച് ഡേറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ ട്രിപ്പ് പോകുന്നതുകൊണ്ട് സച്ചിന് രാവിലെ പീറ്റിക്കൊന്നും പോകണ്ട, അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ആൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല. മോർണിംഗ് തന്നെ എഴുന്നേറ്റ് പീറ്റിക്കും കാര്യങ്ങൾക്കും വേണ്ടി പോകും. നമ്മുടെ സച്ചു ആർമിയിലെ വോളിബോൾ പ്ലെയർ ആണ് കേട്ടോ. ആൾ നാഷണൽ പ്ലെയറും കൂടിയാണ്. അപ്പോൾ ഇവിടെ പിന്നെ വോളിബോൾ മാത്രമല്ല എല്ലാ ഗെയിംസിലും ആളുണ്ട്. രാവിലെ തന്നെ പ്രാക്ടീസ് സെഷനൊക്കെ ഉണ്ടാകുമ്പോഴും ഈ പറഞ്ഞ പോലെ ആൾ നമ്മുടെ കൂടെ ഉണ്ടാവാറില്ല. ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ യൂണിറ്റിലും ക്വാർട്ടേഴ്സിലും മാറി മാറി വന്ന് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് സച്ചിനെ കാണാൻ പറ്റുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതല്ലാതെ മോർണിംഗ് 9 to 6 ജോലിക്ക് പോയി വരുന്നൊരു ഹസ്ബൻഡിനെ പോലെയല്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് വരും, പിന്നെ ഒന്ന് ഈവനിങ് വരും, ചിലപ്പോൾ രാവിലെ 2 പ്രാവശ്യമൊക്കെ വരും. ചില സമയങ്ങളിൽ നല്ല ബിസി ആയി പോവാറുണ്ട്. അപ്പോൾ മോർണിംഗ് മുതൽ നൈറ്റ് വരെയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലോട്ട് വരിക. അപ്പം അങ്ങനെയൊക്കെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. എന്തായാലും ക്വാർട്ടേഴ്സ് കിട്ടുക എന്നുള്ളത് ഏതൊരു ആർമിക്കാരൻ്റെ ലൈഫിൽ ഒരു വലിയൊരു ലക്കി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അതിലിപ്പോൾ എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും അത് ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ 2 ആളും വളരെ ഒരുക്കാണ് കേട്ടോ.
കാരണം ഇതൊക്കെ ഞങ്ങളുടെ ശരിക്കും സ്വപ്നമായിരുന്നു. ഇപ്പോൾ ഇത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇതിനെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. പറഞ്ഞിരിക്കാനതാ നമ്മുടെ പനീർ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കുട്ട നിറയെ ഫ്രൂട്ട്സ് ആണ്. എപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ പോയാലും നിറയെ ഫ്രൂട്ട്സ് വാങ്ങിച്ച് വെക്കും കേട്ടോ. വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആ സമയത്ത് തന്നെ ഞാൻ എല്ലാം കൂടെ ബൾക്കായിട്ട് എടുത്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അതാകുമ്പോൾ എടുത്ത് കഴിക്കാൻ എളുപ്പമാണല്ലോ. എല്ലാ കാര്യങ്ങളും എനിക്ക് അങ്ങനെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ കിട്ടുന്ന പച്ച മുന്തിരിങ്ങ നമ്മുടെ നാട്ടിലേക്കാളും ഭയങ്കര ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താ സച്ചുവൊക്കെ എഴുന്നേറ്റ് വന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ആ ട്രിപ്പിംഗ് മോഡ് ഓണാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് 3 ബസ്സിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പം ഭയങ്കര സങ്കടം തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നു. ആദ്യം ഞാനും സച്ചുവൊക്കെ ഒരുമിച്ച് ഒരു സീറ്റിലായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. ഞാനും സച്ചു എന്ന് മാത്രമല്ല എല്ലാ കപ്പിൾസും ഫാമിലി ഒരുമിച്ചായിരുന്നു ഇരുന്നത്. പക്ഷെ ഒരു സ്ത്രീയുടെ മാത്രം ഭർത്താവ് സ്ഥലമില്ലാത്തതുകൊണ്ട് വേറെ ബസ്സിലായിപ്പോയി. അവിടെ കിടന്ന് കംപ്ലീറ്റ് ബഹളം ഉണ്ടാക്കി. എനിക്ക് മാത്രം ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ ചാർജിലുണ്ടായിരുന്ന പട്ടാളക്കാരൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഹസ്ബൻഡ്സ് എല്ലാവരും ഒരു വണ്ടിയിൽ, ലേഡീസ് എല്ലാവരും ഒരു വണ്ടിയിൽ, അങ്ങനെ മതി എന്ന് പറഞ്ഞ് ഒരുമിച്ച് ഹാപ്പി ആയിട്ട് കാഴ്ചയൊക്കെ കണ്ടിരുന്ന നമ്മൾ കപ്പിൾസിനെ എല്ലാവരെയും പിടിച്ച് രണ്ട് ബസ്സിലാക്കി കളഞ്ഞു. ആർമിയുടെ റൂളേ അങ്ങനെയാണ്. ഒരാൾ തെറ്റ് ചെയ്താൽ ബാക്കി എല്ലാവരും ശിക്ഷ അനുഭവിക്കണം. ഒരാൾ വിഷമിച്ചാൽ എല്ലാവരും കൂടെ വിഷമിക്കണം. അങ്ങനെ ഒരു യൂണിറ്റിയാണ് ആർമിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാനും ലിസയും നെയ്ക്കും ഒക്കെ കൂടി ഒരുമിച്ചിരുന്നാണ് വന്നത്. നമ്മുടെ കുഞ്ഞു പിള്ളേരാണ് കേട്ടോ. അവർ മണിപ്പൂരി കുട്ടികളാണ്. എന്നാലും ഞാൻ ഹിന്ദി ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ എൻ്റെ സച്ചുവിനെ എനിക്ക് മാത്രമായിട്ട് തിരിച്ചു കിട്ടിയിട്ടോ. പിന്നെ ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു. പിന്നെ പോയ സമയത്തും ഇതേപോലെ സെപ്പറേറ്റ് ബസ്സിൽ തന്നെയാണ് പോയത്. പിന്നെ ഡാർജിലിങ്ങിനെ പറ്റി 2 വാക്ക് പറയാനാണെങ്കിൽ വളരെ പ്രകൃതി സുന്ദരമായ നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ ട്രിപ്പ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഒരു സത്യം. കാരണം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, അയ്യോ ബോറിംഗ് ആണ്, വേറെ ഒന്നും കാണാനില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് ഈ പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. എൻ്റെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെതാ നമ്മുടെ വീട്ടിലത്തെ പോലെ പ്രണയത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ബൊഗൈൻവില്ലയൊക്കെ നിറയെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരം ഞാനും സച്ചും കൂടെ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അവിടെ ഹോഴ്സ് റൈഡിങ്, ബോട്ട് റൈഡിങ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമ്മൾ ഈ ലൊക്കേഷനിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ജ്യൂസും സ്നാക്സും ഒക്കെ ഇവർ തന്നായിരുന്നു. എല്ലാം ആർമിയിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ്. പിന്നെ ഇതും ബിരിയാണി തന്നെയാണ്, ആർമി സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. സച്ചി ഇതൊക്കെ കഴിച്ച് മടുത്ത് കിടക്കുവാണ്. അപ്പം ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണിത് കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ബിരിയാണിയുടെ 7 അയലത്ത് വരില്ലെങ്കിലും നമുക്ക് വിശപ്പുള്ളപ്പോൾ കഴിക്കുമ്പോൾ അമൃത് പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. ട്രിപ്പ് തീർന്നതോടെ എൻ്റെ ഫോണിൻ്റെ ചാർജും ഏകദേശം തീരുന്ന ലക്ഷണം തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ അധികം നേരമൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ എല്ലാ ഫൗജി വൈഫ്സും കൂടിയിട്ട് നിന്ന് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആർമി ലൈഫിലെ എൻ്റെ ആദ്യത്തെ പിക്നിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ.